ചുമ്മാ ഇരുന്ന് എഡിറ്റ് ചെയ്തപ്പോൾ കിട്ടിയതാണ് സ്കിൻ. ഓക്കെ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ഹോസ്റ്റ് ഗെയിമർ. അപ്പോൾ ഗൈസ് നമ്മൾ സ്കിന്നിന് മാറ്റമുണ്ടല്ലോ, അതൊക്കെ ഞാൻ പോകുന്ന വഴി പറയാം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റ് നൈസായിട്ടൊന്ന് പോയി. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നും നോക്കിയില്ല, ക്രാഫ്റ്റ് ആൻഡ് ബിൽഡിംഗ് അങ്ങ് എടുത്ത്. അപ്പോൾ ഗൈസ് ഈ ക്രാഫ്റ്റ് ആൻഡ് ബിൽഡിംഗ് ഞാൻ കുറച്ച് കളിച്ചിട്ടുണ്ട്. ഞാൻ സ്ക്രീൻ റെക്കോർഡറൊന്നും വർക്കാകത്തോണ്ടാണ് ഇത്ര നാൾ വീഡിയോ വരാഞ്ഞത്. ഇപ്പം നമുക്ക് ഈ ഒരു സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാം ഗൈസ്. അപ്പോൾ വീഡിയോ ലൈക്ക് ഇടും, ഷെയർ ഇടും, സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത്. വില്ലേജസൊക്കെ അതുപോലെ തന്നെ ഉണ്ട് ഗൈസ്, ആരും പോയിട്ടില്ല. ചെറുതായിട്ടൊന്ന് പനി പിടിച്ച്, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഷെയ്ഡറൊക്കെ ഒന്ന് ഇട്ട് നോക്കി, ആകെ പാടിയെന്ന് പറയാമല്ലോ. മൊബൈലാണെങ്കിൽ സ്വിച്ച് ഓഫ് ആയിപ്പോയി. പിന്നെ ഗെയിമൊക്കെ നിങ്ങളോട് എടുത്ത് നൈസാക്കി ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പം പറഞ്ഞ സമയങ്ങളെന്നല്ല, നേരെ ഇവിടേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഇന്നത്തെ ഒരു സ്റ്റോറേജ് ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് നമ്മളെ കുതിര എവിടോട്ട് പോയടാ. കുതിര അവിടെ കണ്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ രാത്രിയാവുകയാണ്, നമുക്ക് പെട്ടെന്ന് കിടന്ന് ഉറങ്ങാം, വീണ് കിടന്നങ്ങ് ഉറങ്ങാം. ഇല്ലെങ്കിൽ ശരിയാകത്തില്ല, മറ്റേ സോംബികളൊക്കെ വന്നാൽ ഇടങ്ങാറാവും. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ സ്റ്റാർട്ടർ ബേസ്. ഇത് പിന്നെ വില്ലേജസ് ഉണ്ടാക്കിയിട്ടതാണ്, നമ്മൾ ഓസിന് കയറി താമസിച്ച്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്താൽ അകത്തോട്ട് കയറി കിടന്ന് ഉറങ്ങാം. പിന്നെ അതാണ് ബെഡ് കിടക്കുന്നത്, പെട്ടെന്ന് കയറി കിടന്ന് ഉറങ്ങാം. ഓക്കെ, ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഒരൊറ്റ ഉറക്കം. ഓക്കെ, അങ്ങനെ നമ്മൾ ഉറങ്ങി. രാവിലെ. പിന്നെ നമ്മളാണെങ്കിൽ സ്റ്റോറേജ് ഉണ്ടാക്കാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഡോറ് തുറന്നിട്ടേക്കാം. ഓക്കെ, സ്റ്റോറേജൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പിന്നെ കാണിച്ചു തരാം. നമുക്കപ്പം നമ്മൾ മരം കളക്ട് ചെയ്യാൻ പോകും, എന്ന് വെച്ചാൽ വുഡ് കളക്ട് ചെയ്യാൻ പോകും. ഇവിടെ വില്ലേജസൊക്കെ അവിടെ പോയടേ, വില്ലേജസൊന്നും കാണാനില്ലല്ലോ. ഓക്കെ, അതാണ്ടടുത്ത് നിൽക്കുന്നു, ഇയാളുടെ ഇതുള്ള സോംബി ചെയ്യുന്നില്ല. ഓട്, ഞാൻ നിന്നെ രക്ഷിക്കാം, ഞാൻ സൂപ്പർമാൻ. അമ്പി, അയ്യോ ഞാൻ സൂപ്പർമാനാന്ന് പറഞ്ഞിട്ട് തല്ലി മേടിച്ചിട്ട് ഓടുക. ഓ, അവൻ ചത്ത്. എന്നോടാ കളി, വെയിലെനിക്ക് അനുകൂലമാണ്. ഓക്കെ, നമുക്കപ്പം ഒരു കാര്യം ചെയ്യാം. നമുക്ക് അവിടെ എന്താ പറ്റിയതാണെന്ന് വിചാരിച്ചാൽ ഒരു ക്രീപ്പർ എണ്ണ പൊട്ടിത്തെറിച്ച് ഈ രാത്രി. പിന്നെ എന്തൊക്കെ അവിടെ ഞാനതൊക്കെ വെച്ച് സെറ്റാക്കി. ഓക്കെ, നമുക്ക് ഡോറ് തുറന്നകത്തൊരു സ്റ്റോറേജ് അവിടെ ഉണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് സ്റ്റോറേജ് ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ ഇതൊക്കെ വെട്ടിത്തെളിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ടാണ് ഞാൻ സ്റ്റോറേജ് ഉണ്ടാകുന്നത്. നമ്മളെ പഴയ സീരീസിനകത്ത് ബെഡ്റോക്ക് എഡിഷൻ്റെ അത് മൈൻക്രാഫ്റ്റിനകത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. അന്നാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ പഠിച്ചത്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അണ്ടർഗ്രൗണ്ടിൽ. അപ്പോൾ നമ്മൾ ചെസ്റ്റ് ഒരു 2-3 ചെസ്റ്റ് ആയിരിക്കും. നമ്മൾ താഴോട്ടൊരെണ്ണം ഇട്ടിട്ടില്ല, എവിടെയും കൂടെ നമുക്ക് ആർമർ ഡയമണ്ടൊക്കെ കിട്ടുമ്പോൾ, ഓർസൊക്കെ കിട്ടുമ്പോൾ വെക്കുന്ന ഒരു ഏരിയയാണിത്. നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് സാധാരണ മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ എന്തൊക്കെ ഐറ്റംസ് കിട്ടുന്നത് അതൊക്കെയാണ് ഞാനിത് എടുക്കുന്നത്. അപ്പം നമുക്ക് മണ്ടയ്ക്കോട്ട് കയറാം. നമുക്ക് പെട്ടെന്ന് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടക്കാം. പിന്നെ ചെറുതായിട്ടൊന്ന് ലാഗൊക്കെ അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫോണിനകത്ത് ലാഗ് അടിക്കുക. നേരത്തെ ഷെയ്ഡറൊക്കെ ഇട്ട് പണി കഴിഞ്ഞു, ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് കളഞ്ഞ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇന്നാണ് കഴിഞ്ഞ 2ാമത്തെ ദിവസമാണ് ഞാൻ റെക്കോർഡാക്കുന്നത്. കാര്യം ഫസ്റ്റ് ദിവസം ഞാൻ സ്കിന്നിടാൻ പറ്റിയില്ല, അതുകൊണ്ട് അന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എന്തൊക്കെ 2ാമത്തെ ദിവസമായപ്പോൾ സ്കിന്നിട്ട്. ഓക്കെ, നമുക്കപ്പോൾ മരം വെട്ടിലേക്ക് കിടക്കാം. എൻ്റെ കുതിര പിന്നെ അവിടെ അവൻ എവിടെയോ കൊണ്ട് നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ കുട്ടുമോൻ്റെയാണ് ആത്മാവ് കൊടുത്തേക്കണത്. പിന്നെ ഷീൽഡ് എടുത്ത് കൈ പിടിച്ചേക്കാം, അല്ലേ ഏതൊക്കെ വഴി വീഴുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, പൂച്ചക്കുട്ടുമോൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ ആത്മാവ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് അത് നൈസായിട്ട് പോകുന്നു. നമുക്കൊരു മരം വെട്ടാനായിട്ട് പോവാം. ഓക്കെ, ചുമയങ്ങ് കൂടി. ഇനി വില്ലേജിൻ്റെ അടുത്തായിട്ട് മരമൊന്നുമില്ല ഗൈസ് കൊടുക്കാൻ, അതുകൊണ്ട് നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോയാണ് മരം വെട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ മരമൊക്കെ പിടിപ്പിക്കാനുള്ളതിന് നമ്മളങ്ങ് മരവും വെച്ച് പിടിപ്പിക്കത്തില്ല, എനിക്കാണെങ്കിൽ പണിയും. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഓടിച്ചൊന്ന് മരം വെട്ടാം. എവിടെയെങ്കിലും എൻ്റെ കുതിര നിൽപ്പുണ്ടോ? തോണ്ടിരിക്കുന്നുണ്ട് കുതിര, ഞാൻ വന്നടാ. ഞാൻ വന്ന് സോമൻ വന്നേ എടാ, ഞാൻ വന്നടാ. അപ്പോൾ ഞാനിത് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്നതായിട്ട് പറ്റുന്നില്ല ഗൈസ്, ഞെക്കിയിട്ട് അങ്ങോട്ട് ആവുന്നില്ല. ആടെ വുഡ് വെട്ടിയിട്ട് അപ്ഡേറ്റ് ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, പക്ഷേ അങ്ങോട്ട് ആവണില്ല. അങ്ങോട്ട് ഞെക്കിയിട്ടൊന്നും ആവണില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പോൾ അല്ലാതെ കുതിരയെ കൂടെ ഓടാം. ഞാൻ അപ്ഡേറ്റ് ആകുമ്പോൾ പറയാം, എന്തെങ്കിലും ബട്ടനൊക്കെ വർക്കാവണേ ഞാൻ പറയാം. എൻ്റെ കുതിരയ്ക്കുന്നത് ഇതാണ് എൻ്റെ കുതിര. ഓക്കെ, പേര് സോമൻ, അതാണ് ഞാൻ നേരത്തെ സോമ എന്നൊക്കെ വിളിച്ചത്. അതുകൊണ്ട് അവിടെയായിട്ടാണ് നമുക്ക് മരം വെട്ടാൻ പോകേണ്ടത്. അപ്പം സോമനെ നമുക്ക് ഇവിടെ ആയിട്ട് വെച്ചേക്കാം, ഡിസ്പൗണ്ട് ചെയ്യാം അവിടെ നിന്ന്.
ഓക്കെ ഡിസ്മൗണ്ട് ആവ്. അയ്യോ കുറച്ചും കൂടെ മുന്നോട്ട് പോവാം. ഓക്കെ സോമ ഗൈസ് ഇവന് എയറിലൊക്കെ ചാടി നിൽക്കും. അമ്മാതിരി ഐറ്റമാണ് ഗൈസ്. കുതിര ഇനി അവിടെ കിട്ടത്തില്ല. പിന്നെ സ്പീഡ് കുറവാണ്, അത് വേറെ കാര്യം. ഓക്കെ നമുക്ക് ഇവിടെ ഡിസ്പൗണ്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ആയിട്ടൊരു മരം പകുതിക്ക് ഇപ്പോൾ ഉണ്ട്. ഓക്കെ പകുതി മാറി നേരെ ഒന്ന് വെട്ടാം ഗൈസ്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യേ. പിന്നെ വട്ടം വർക്കാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുക ഇങ്ങനെ സ്റ്റോപ്പാക്കി വെച്ച്. ഓക്കെ നമ്മൾ നല്ല നീന്തുന്നതൊക്കെ അതുപോലെ തന്നെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അയ്യോ ശ്വാസം മുട്ടുന്നു. ഓക്കെ മണ്ടക്കോട്ട് കയറാം. ഓടിക്കോ. അതുകൊണ്ട് മരം നിൽക്കുന്നു. ഓക്കെ മരം വെട്ടാൻ തുടങ്ങാം. ഓക്കെ നമുക്ക് ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്യാനാവുമെന്ന് എനിക്ക് തോന്നുന്നത് ആയി. ഓക്കെ അങ്ങനെ ഗൈസ് നമ്മൾ മരമൊക്കെ വെട്ടി 31 മരം കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് ബട്ടനൊക്കെ ഇത് അപ്പോഴത്തേക്കൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വോയിസ് ചെയ്യുന്നത്. ഓക്കെ അതിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നേരിട്ട് ഓടിച്ചില്ല. അതിൻ്റെ ഇടയിൽ ഞാനൊരു കേവിനകത്തൊക്കെ ചെന്ന് വീഴുന്നു. അവിടെ നിന്നൊരു സ്കെൽറ്റൻ്റെ അമ്പ് വിട്ടെങ്കിലും ഒന്നും പറ്റിയില്ല. ഒരു സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളെ രക്ഷപ്പെട്ട് ഒരു കാര്യം ചെയ്യുന്നൊക്കെ നേരെ വില്ലേജിലോട്ട് പോയിട്ട് സ്റ്റോറേജിൻ്റെ പരിപാടി നോക്കാം. നമുക്കിനി അപ്പുറത്തോട്ട് പോയിട്ട് സ്റ്റോറേജിൻ്റെ പരിപാടി നോക്കാം. ഓക്കെ നീന്തി ഞാൻ ഇത്ര നേരം ഏറെക്കൂടെ നടക്കുമായിരുന്നു. ഓക്കെ നമുക്ക് പെട്ടെന്ന് വീട്ടോട്ട് പോവാം. അവിടെ പറ്റി സ്റ്റോറേജൊക്കെ സെറ്റാക്കാനുള്ളതാണ്. എൻ്റെ പൊന്നടാവേ മഴയും തുടങ്ങി. ഓക്കെ സോമ കമോൺ നമുക്കിനി പെട്ടെന്ന് വീട്ടിലോട്ട് പോയിട്ട് സ്റ്റോറേജിൻ്റെ പരിപാടി നോക്കാനുള്ളതാണ്. ഓക്കെ ഇവന് വലിയ സ്പീഡൊന്നുമില്ല. പിന്നെ എയറിലൊക്കെ എന്തെന്ന് ചാടി. അതുകൊണ്ട് എൻ്റെ വീട്. ഓക്കെ ലെസ്കോ ചാടിക്കോ വേണ്ട മണ്ണിനകത്തോട്ട് കയറി പോകുന്നു. ഓക്കെ ഇവനെയും കൊണ്ട് വീട്ടിനകത്തോട്ട് കയറാം. ഓക്കെ ഇവൻ്റെ ഹാർട്ട് എന്താടാ നമ്മളെ സമൂസലോട്ടിരിക്കുന്നത്. ഓക്കെ നമുക്ക് ചാടിച്ച് കയറ്റാം. ഏറെക്കൂടെ ചാടൂ സോമൻ. ഓൻ വെള്ളത്തിൽ വീണല്ല. സോമ എണീക്ക് സോമ. ലാഗ് കഴിക്കുന്ന അതിൻ്റെ ഇടയിൽ. ഓക്കെ സോമനൊരു സൈഡിലോട്ട് നിറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് താഴോട്ട് ചെല്ലുന്നതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് ചെസ്റ്റ് ഉണ്ടാക്കാം. നമുക്ക് 31 ഇതുണ്ട്. അപ്പോൾ 99 പ്ലാങ്ക് ഉണ്ടാകാം. എന്ന് വെച്ചാൽ ഒരു സ്റ്റാക്ക് അങ്ങനെ 2 സ്റ്റാക്ക് അങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ. ഓക്കെ അപ്പോൾ ഞെക്കിയൊക്കെ പിടിച്ചാൽ മതി, തന്നെ ഞാൻ ക്രാഫ്റ്റ് ആയിക്കോളും. ഓക്കെ നമുക്കപ്പോൾ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കാം. പെട്ടെന്ന് ക്രാഫ്റ്റ് ആവട്ടെ. ഓക്കെ ഒരു സ്റ്റാക്ക് ആയിട്ടുണ്ട്. 2 സ്റ്റാക്ക് ആകുന്നു. ഓക്കെ ഗൈസ് 2 സ്റ്റാക്ക് ആയിട്ടുണ്ട്. അതിന് 4 കുറവും കൂടെ ഉള്ളൂ. അത് കുഴപ്പമില്ല. നമുക്കിപ്പോൾ ചെസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ് 15 ചെസ്റ്റ് നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങ് ഞെക്കി അങ്ങ് പിടിക്കാം. ഓക്കെ പെട്ടെന്നാവട്ടെ. നമുക്ക് ചെസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയണം. നമുക്ക് എഡിറ്റിങ്ങിന് ഒക്കെ ചെയ്യാനുള്ളതാണ്. ഓക്കെ ചെസ്റ്റൊക്കെ കിട്ടി. നമുക്ക് നേരെ താഴോട്ട് പോയിട്ട് ഇത് സെറ്റാക്കാം. വാട്സപ്പ്. ഓക്കെ നമ്മളകത്ത് കയറിയിട്ടുണ്ട്. നമുക്കപ്പോൾ ചെസ്റ്റ് വെക്കാൻ തുടങ്ങാം. അയ്യോ ഇങ്ങനല്ലായിരുന്നല്ലോ ചെസ്റ്റ് വെക്കേണ്ടത്. പൊട്ടിച്ചെടു. ഓക്കെ ആക്സ് എടുത്ത് പൊട്ടിച്ചു. അതാണ് ആ ബ്ലോക്കൊക്കെ പൊട്ടിക്കാൻ നോക്കുന്നത്. ഓക്കെ നമുക്കപ്പോൾ ഇവിടെ ചെസ്റ്റ് വെച്ച് തുടങ്ങാം. ഒരു ചെസ്റ്റ് 2 ഇവിടെ ഇട്ടിരിക്കട്ടെ. 2 ചെസ്റ്റ് 3 ചെസ്റ്റ് 4 ചെസ്റ്റ്. എടാ ഇനി വെക്കാൻ പറ്റത്തില്ലല്ലോടാ. കാര്യം ഇത് വെച്ചാൽ തന്നെ തുറക്കാൻ പറ്റത്തില്ല അവിടെ നിന്ന്. ഓക്കെ നമുക്കപ്പോൾ ഇതിൻ്റെ മണ്ടഭാഗം ഒന്ന് കളയണം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മണ്ടഭാഗം കളയാൻ പറ്റും, പക്ഷേ കുറച്ച് പരിവാണ്. ഓക്കെ നമുക്കപ്പോൾ ഇവിടുന്ന് മണ്ടഭാഗം എടുത്ത് കളയാം. ചെസ്റ്റ് ഞാനെന്തിനാണ് പൊട്ടിക്കുന്നേ? മണ്ടഭാഗം. ഓക്കെ പൊട്ടിച്ചോ. ഒരെണ്ണം കൂടി പൊട്ടിച്ചാൽ മതി. അയ്യോ ഞാൻ കൂടുതൽ പൊട്ടിച്ച്. എടാ അവിടെ ചെസ്റ്റ് കയറ്റി വെച്ച്. ചേടാ ചെസ്റ്റ് കയറ്റി വെക്കാൻ വേണ്ട സ്ഥലമേ. ഓക്കെ അവിടെ അപ്പോൾ നമുക്ക് ചെസ്റ്റ് എടുക്കാം ഗൈസ്. ഓക്കെ അയ്യോ അതിൻ്റെ ഇടയിൽ തുമ്മലും കൂടെ പണിയും പിടിച്ച്. ഓക്കെ നമുക്കപ്പോൾ ബാക്കി നോക്കാം. ഓക്കെ നമുക്കപ്പം ഡർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ചെസ്റ്റ് അവിടെ തന്നെ അതിന് മണ്ടക്കൊല്ലം പോയോ ഗ്ലിച്ചടിച്ച്. ഓക്കെ നമുക്ക് ബാക്കിയുള്ള ചെസ്റ്റും കൂടെ അങ്ങോട്ട് വെക്കാം. അപ്പോൾ ഒരു ചെസ്റ്റും കൂടെ നമുക്കവിടെ വെക്കാം. ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇപ്പോൾ വെച്ചേക്കുന്ന ചെസ്റ്റ്. ഇനിയും നോക്കിയാൽ ശരിയാവത്തില്ല. നമുക്കിനി ബാക്കിയുള്ള താഴോട്ട് പണിയാം. ഓക്കെ ഇവിടെയായിട്ട് നമുക്ക് കുറേ സ്പേസ് ഉണ്ട്. ഇവിടെയായിട്ട് നമുക്ക് സാധാരണ ഇപ്പോൾ മൈനിങ്ങിന് പോകുമ്പോഴും അല്ലാതെ കിട്ടുന്നത് നമുക്ക് സാധാരണയായിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെക്കാനായിട്ട് ഇതെടുക്കാം. നമുക്കിനി താഴെ അകത്തത് ആർമർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആർമറും
ഡയമണ്ടും ഓർസൊക്കെ വെക്കാൻ വേണ്ടി ഇവിടെ ആയിട്ട് ഇത് വെക്കാം. അത് കഴിഞ്ഞാൽ നല്ല റയറായിട്ടുള്ള ഐറ്റമൊക്കെ ഇവിടെ വെക്കാം. നമ്മൾ പുതിയതായിട്ടൊരു സാധനം ചേർത്തേക്കാണ്. ഓക്കെ, അങ്ങനെ തന്നെ നമുക്ക് മെണ്ടയ്ക്കോട്ട് പോകാം. നമുക്കിനി ഔട്ടർ എടുക്കാം ഗൈസ്. അതേ അപ്പോൾ ഇതൊക്കെ പണിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറിയ ലാഗൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ കാണുന്നത്. ഓക്കെ, നമുക്കപ്പം പെട്ടെന്ന് മെണ്ടയ്ക്കോട്ട് കയറി പോവാം. പിന്നെ ചെസ്റ്റൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ പേടി കണ്ടതാണ്. ഇവിടെ വെച്ച് എനിക്ക് ലാഗ് അടിച്ച് വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നത്. അതപ്പോൾ മഴയാണ് ഗൈസ് അത് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വേണ്ട ലാഗൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാം. ഔട്ട്രോ പറയണം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളപ്പം ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ ഉണ്ട് ഗൈസ്. അപ്പോൾ